ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫൺ ജേർണേജു. അപ്പോൾ നമുക്കിതൊരു ഗോതമ്പ് പുട്ടുണ്ടാക്കിയാലോ? നോർമലി നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഗോതമ്പ് പുട്ടുണ്ടാക്കാറല്ലേ. അത് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ ഗോതമ്പ് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ ഉണക്കിയെടുത്ത ഗോതമ്പാണ് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ ഗോതമ്പൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. സാധാരണ നമ്മൾ അരിയുണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അരി നല്ല ക്രിസ്പിയായി വറുത്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഈ ഗോതമ്പ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഗോതമ്പ് ഇതുപോലെ വറുത്തെടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോതമ്പ് നല്ല രീതിയിൽ ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ വറുത്തെടുക്കുക. അതായത് വെയിലത്തിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഉണക്കിയെടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഗോതമ്പ് പൊടി ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ കുറച്ച് ഗോതമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം എനിക്കിവിടെ ബാൽക്കണി ഇല്ല. അതുകൊണ്ട് തന്നെ നോർമൽ രീതിയിൽ ഉണക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഞാനിവിടെ ചെയ്യുന്നത് വിൻഡോ സൈഡിൽ വെച്ചിട്ടാണ് ഗോതമ്പ് ഉണക്കിയെടുക്കുന്നത്. നമ്മൾ നോർമൽ അരിപ്പ ഉണ്ടല്ലോ, ചോറൊക്കെ അരിച്ചെടുക്കുന്ന അരിപ്പ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഗോതമ്പ് ഉണക്കാറ്. അപ്പോൾ നല്ല രീതിയിൽ ഗോതമ്പൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ അരിച്ച് കളഞ്ഞതിന് ശേഷം ആ അരിപ്പയിലിട്ട് വിൻഡോ സൈഡിൽ വെച്ച് ഉണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്ലാറ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതുപോലെ ഉണക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ മുറ്റത്തിട്ടോ ടെറസിലിട്ടോ ഒക്കെ ഉണക്കിയെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ പൊടിച്ച് വെക്കുക. നല്ല രീതിയിൽ ഉണക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ വറുത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം നിങ്ങൾക്ക് ഈ പൊടി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഗോതമ്പ് ഞാനിവിടെ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൊടിച്ചെടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോതമ്പ് നല്ല രീതിയിൽ ക്രിസ്പി ആയതിനു ശേഷം മാത്രം പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ ഗോതമ്പ് പൊടി നോർമൽ ഗോതമ്പ് പൊടി പോലെ സോഫ്റ്റ് ആയിരിക്കില്ല, കുറച്ച് റഫായിരിക്കും. നമ്മൾ പുട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയൊക്കെ പോലെ കുറച്ചൊന്ന് റഫായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ മാറി കിട്ടാൻ വേണ്ടി ഒരു പേപ്പറിൽ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ചൂടൊക്കെ മാറി ശേഷം മാത്രം സ്റ്റോർ ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് മോശമായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഫൈനലി നമ്മൾ ഗോതമ്പ് പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കുഴച്ചെടുക്കുന്നതെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും പുട്ടുണ്ടാക്കാൻ അറിയാവുന്നവരാണ്. കൂടാതെ നമ്മൾ നോർമൽ എങ്ങനെയാണോ അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് സെയിം രീതിയിൽ തന്നെയാണ് ഈ പുട്ടും തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ പുട്ടുണ്ടാക്കിയതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളെ നോർമൽ ഗോതമ്പ് പുട്ട് പോലെയല്ല, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ നമ്മൾ നോർമൽ ഗോതമ്പ് പുട്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല, കാരണം അത് കുറച്ച് ഹാർഡാണ്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പുട്ടാണെങ്കിൽ നല്ല സോഫ്റ്റാണ്, നമ്മൾ നോർമൽ അരിപ്പുട്ടൊക്കെ കഴിക്കുന്ന ഒരു ഫീലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.